സഖാക്കളെ, സുഹൃത്തുക്കളെ, EMS അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അതിവിപുലമായ ഒരു പ്രഭാഷണ പരമ്പര ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ആ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് പിണറായി വിജയൻ ആണ്. ഇന്നത്തെ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം നവംബർ മാസം 7-ാം തീയതി വരെയുള്ള ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാരാണ് ഈ പ്രഭാഷണ പരമ്പരയിൽ അണിചേരുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ശനിയാഴ്ചകളിലും ബുധനാഴ്ചകളിലും തിങ്കളാഴ്ചകളുമാണ് ഈ പ്രഭാഷണ പരിപാടികൾ നടക്കുക. വരുന്ന 17-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ 100-ാം വാർഷികമാണ് എന്നുള്ളതുകൊണ്ട് ആ 17-ാം തീയതിക്ക് പകരം, അതായത് ശനിയാഴ്ചക്ക് പകരം 16-ാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും പ്രഭാഷണ പരിപാടി നടക്കുക. ബാക്കി എല്ലാ ആഴ്ചകളിലും ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തിങ്കൾ, ബുധൻ, ശനി ഈ രീതിയിൽ ഇനി അങ്ങോട്ട് നവംബർ 7-ാം തീയതി വരെ ഈ പ്രഭാഷണ പരിപാടിയുടെ 1-ാമത്തെ ഘട്ടം അപ്പോഴാണ് പൂർത്തിയാകുക. അതിനുശേഷം പാർട്ടിയുടെ സമുന്നത നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ, ദാർശനിക, പ്രത്യയശാസ്ത്ര നിലപാടുകൾ കേരള വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കുന്നതിനു വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. അതും തുടർന്ന് നടക്കും. കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യക്ക് മാതൃകയാവുന്ന നിരവധി പ്രത്യേകതകൾ വളരെ പ്രമുഖരായ എഴുത്തുകാരും സാഹിത്യകാരും പറഞ്ഞതുപോലെ കേരള മോഡൽ എന്ന രാജ്യം ലോകം അംഗീകരിക്കുന്നൊരു വികസന നിലപാട് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം കൈകാര്യം ചെയ്തിട്ടുണ്ട് 1957 മുതൽ. ഇപ്പോഴും കഴിഞ്ഞ 4.5 വർഷക്കാലം പ്രതികൂലമായ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണത്തിൽ തുടർന്നത്. എല്ലാ അർത്ഥത്തിലും നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭം 2 വർഷങ്ങളിലും ഉണ്ടായി. നിപ്പോ വൈറസിൻ്റെ പ്രശ്നമുണ്ടായി. ഓഖി ദുരന്തത്തിൻ്റെ പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചു. ഇപ്പോൾ COVID-19 എന്ന മഹാമാരി ലോകത്താകെയും ഇന്ത്യയിലും കേരളത്തിലും അപകടകരമായ രീതിയിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പര കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് ബദലായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്ന നിലപാടുകളുമായി അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ശക്തികളും അതിശക്തമത്തായിട്ട് ഇടതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടിയാണ് ഇത്. വലതുപക്ഷത്തിന് അവരുടെ അജണ്ട വളരെ വ്യക്തമാണ്. ഒരു തുടർ ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ന് കണ്ടപ്പോൾ സഹിക്കാനാവാത്ത വലതുപക്ഷം കടുത്ത രീതിയിലുള്ള
കോവിഡ് പ്രോട്ടോക്കോൾ പോലും അംഗീകരിക്കാത്ത രീതിയിലുള്ള രാജ്യത്തെ ജനതയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ കാരണങ്ങൾ ഉയർത്തി വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും അക്രമങ്ങളുമാണ് അഴിച്ചുവിട്ടത്. അതിനെയെല്ലാം പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും അതെല്ലാം ആവശ്യമാണ് എന്ന് ജനങ്ങളെ ബോധനിലവാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമം പരിഹാസ്യമായ രീതിയിൽ ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തീർച്ചയായും ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചരിത്രത്തിൽ ഇന്നേ വരെ നടക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഒരു കുതിപ്പ് ഈ പ്രതികൂല സാഹചര്യത്തിലും കേരളത്തിൽ നടത്താൻ സാധിച്ചതിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അത് സംബന്ധിച്ച് ജനങ്ങൾക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ടാക്കി കൊടുക്കുന്നതിനും ഈ പ്രതിലോമപരമായ വലതുപക്ഷ നിലപാടുകളെ, സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കുന്നത് ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രകോപനപരമായ എതിർപ്പുകളെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ്. വരികൾക്കിടയിൽ വായിക്കാനും കേൾക്കുന്നതിനപ്പുറം കേൾക്കാനും ഉള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും ആ ശ്രമം വിജയിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ആശയതലത്തിൽ കൃത്യമായ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമകരമായ ഒരു ജോലിയാണ് EMS അക്കാദമി ഏറ്റെടുത്തിട്ടുള്ളത്. ഈ 2 ഘട്ടത്തിലുള്ള പ്രഭാഷണ പരമ്പരകളും ഇന്ന് ആരംഭിക്കുന്നത് മുതൽ എല്ലാവരും, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, താഴെ തലം വരെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി സഖാക്കൾ, പാർട്ടി മെമ്പർമാർ തുടങ്ങിയ എല്ലാവർക്കും ഈ പരിപാടിയിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാനാവും. CPM കേരള ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബ് ചാനലിലും ഇത് തത്സമയം കാണാനാവും, പിന്നീടും കാണാനാവും. കേരളത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടത്തിൽ ആയുധമണിയേണ്ടുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ വികസന നിലപാടുകൾ സംബന്ധിച്ചുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണം. പാർട്ടി സഖാക്കൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമായി ഉപയോഗിച്ച് ഒരാൾ പോലും വിട്ടുപോകാതെ മുഴുവൻ ആളുകളും ഇത് ശ്രദ്ധിക്കണം, ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നാണ് ആമുഖമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രതികൂല പശ്ചാത്തലത്തെയും വ്യക്തിപരമായ കടന്നാക്രമങ്ങളെപ്പോലും അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരപൂർവ്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഞാൻ ക്ഷണിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഇടതുപക്ഷ സർക്കാരുകളുടെ സമ്പന്നമായ ഒരു പാരമ്പര്യം കേരളത്തിനുണ്ട്. 1956 കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നു. ഈ സർക്കാർ കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ട നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി. ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ ബില്ലും ഭരണപരിഷ്കാര കമ്മീഷനും എല്ലാം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണ്. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ പ്രവർത്തിച്ചത്. നാടിൻ്റെ ഭരണ സംവിധാനം ജനകീയമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിയാണ് സർക്കാർ മുന്നോട്ട് പോയത്. ജനകീയ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലകൊണ്ട സർക്കാരിനെ
എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭൂരിപക്ഷം നിലനിൽക്കവേ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടത്. തുടർന്ന് അധികാരത്തിൽ വന്ന 1967 ഇടതുപക്ഷ സർക്കാരാണ് ഭൂപരിഷ്കരണത്തിൻ്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചത്. വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ ആ കാലത്ത് സ്വീകരിക്കുകയും ചെയ്തു. 1980 പിന്നീടൊരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. കർഷക തൊഴിലാളി പെൻഷൻ എന്ന കാഴ്ചപ്പാട് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിക്കൊണ്ട് ക്ഷേമ പദ്ധതികൾക്ക് പുതിയ അധ്യായം കുറിച്ചതും ആ സർക്കാരായിരുന്നു. 1987 അധികാരത്തിൽ വന്ന LDF സർക്കാരാവട്ടെ സമ്പൂർണ്ണ സാക്ഷരത എന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കി മുന്നോട്ട് പോയി. 1996 LDF സർക്കാരാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ കാൽവെപ്പ് സംഭാവന ചെയ്ത ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ LDF സർക്കാരാവട്ടെ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലുയർത്തിക്കൊണ്ട് പൊതുമേഖലാ സംരക്ഷണം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ സ്വീകരിച്ച നയസമീപനം കൂടിയാണ് ഇന്നത്തെ കേരളത്തിന് അടിത്തറയിട്ടത്. ഈ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായി തീർന്നത് എന്നും കാണാം. ഇന്ന് ആഗോളവൽക്കരണ നയങ്ങൾ രാജ്യത്തെമ്പാടും നടപ്പിലാക്കപ്പെടുകയും പൊതുമേഖല വിറ്റുതുലക്കുകയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് സർക്കാർ പിന്മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കുന്ന സ്ഥിതിയും വർഗീയ ഫാസിസ്റ്റ് പ്രവണതകൾ രാജ്യത്ത് പിടിമുറുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷവും നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇതിന് ബദലുയർത്തി മുന്നോട്ടു പോകുന്ന സമീപനമാണ് LDF സർക്കാർ സ്വീകരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മറ്റൊരു കാര്യവും കൂടി നമുക്ക് വ്യക്തമാകും. ഇടതുപക്ഷ സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചതിനു പുറമെ ഏതെല്ലാം ഘട്ടത്തിൽ വലതുപക്ഷ സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകാനും ഇവയെ തകർക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അത്തരം ഘട്ടത്തിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന അതിശക്തമായ ചെറുത്തുനിൽപ്പും ബഹുജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ് ആ തകർച്ചയിൽ നിന്ന് കേരളത്തെ വലിയ തോതിൽ രക്ഷിച്ചത് എന്നുകൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. LDF സർക്കാരുകളുടെ പ്രവർത്തനത്തിൻ്റെ കൂടി ഫലമായി കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നിരവധി നേട്ടങ്ങൾ നമുക്ക് നേടാനുമായിട്ടുണ്ട്. ആ നേട്ടങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടും കോട്ടങ്ങളെ പരിഹരിച്ചുകൊണ്ടും നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരുകളുടെ അനുഭവത്തെ സ്വാംശീകരിച്ചുകൊണ്ട് പുതിയ പ്രശ്നങ്ങളെ മറികടക്കുന്നതിനുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഇന്നലെ നാം സഞ്ചരിച്ച പാതയെ അതേപോലെ പിന്തുടരുക എന്നതല്ല, പുതിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് നവകേരളം കെട്ടിപ്പടുക്കാനാണ് LDF സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഭരണ അനുഭവങ്ങൾ തെളിയിക്കുന്നത് ഉറച്ച കാൽവെപ്പുകളോടെ പ്രതിസന്ധികളെ മറികടന്ന് ഈ കാഴ്ചപ്പാട് നടപ്പിലാക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് ഇവ നടപ്പിലാക്കുന്നതിന് നിരവധി തടസ്സങ്ങൾ സർക്കാരിന് മറികടക്കേണ്ടി വന്നിട്ടുണ്ട്. ഓഖി, പ്രളയം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെയും നിപ്പ, COVID-19 പോലുള്ള മഹാമാരികളെയും നേരിട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചത്. ജനങ്ങൾക്ക് നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 30 ഒഴികെ മറ്റെല്ലാം പൂർത്തീകരിച്ചുവെന്ന അഭിമാനവും സംസ്ഥാന സർക്കാരിനുണ്ട്. അതിനുശേഷം പ്രഖ്യാപിച്ച 100 കർമ്മ പദ്ധതികൾ
പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് മാത്രമല്ല 4-ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ നടപ്പിലാക്കാൻ കഴിയാതിരുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ളവ പൂർത്തീകരിച്ചുകൊണ്ടും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങൾക്ക് അടിയന്തരാശ്വാസം നൽകുന്നതോടൊപ്പം തന്നെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളെയും പരസ്പരം കോർത്തിണക്കിക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഭക്ഷണം കിട്ടാത്ത ഒരു മനുഷ്യനും സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന നിലപാടോടെയാണ് സർക്കാർ പ്രവർത്തിച്ചത്. അതോടൊപ്പം എല്ലാവർക്കും നീതി ഉറപ്പുവരുത്തുക എന്ന കാര്യത്തിലും സർക്കാർ ഊന്നൽ നൽകി. ഇങ്ങനെ ദീർഘകാല പദ്ധതികളും അടിയന്തരാശ്വാസങ്ങളും ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടും മുന്നോട്ട് പോകുന്ന രീതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത്. നവകേരള സൃഷ്ടിക്കായി ഓരോ മേഖലയിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് വിശദമായി പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നയപരിപാടികൾ രൂപീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സർക്കാർ കൈക്കൊണ്ടത്. അതിൻ്റെ ഭാഗമായി വ്യവസായം, സഹകരണം, ആരോഗ്യം, വൈദ്യുതി, വിവരസാങ്കേതിക മേഖല, പൊതുമരാമത്ത്, ശാസ്ത്രസാങ്കേതികം, വിനോദസഞ്ചാരം, മത്സ്യബന്ധനം, പ്ലാന്റേഷൻ, തൊഴിൽ എന്നീ മേഖലകളിലെ നയരേഖകൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കുകയുണ്ടായി. കേരള ജനതയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ രൂപപ്പെടുന്നതിനുതകുന്ന വൈദഗ്ധ്യങ്ങൾ നൽകുന്നതിന് സഹായിക്കുന്ന കരിയർ നയവും സർക്കാർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ പരിസ്ഥിതി ധവളപത്രവും പുറത്തിറക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പരിശോധിച്ചുകൊണ്ട് ഇടപെടുകയും ചെയ്യുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. അതായത് വ്യക്തമായ കാഴ്ചപ്പാടോടെ ഇടപെടുന്നതിന് സർക്കാർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നർത്ഥം. ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കേരള വികസനത്തിൻ്റെ പ്രധാന ദൗർബല്യമായി വിലയിരുത്തിയിരുന്നത് ആധുനിക കൃഷിയും പുതിയ വ്യവസായങ്ങളും വളരുന്നില്ല എന്നതായിരുന്നു. അടിസ്ഥാന മേഖലയിലെ ഈ ദൗർബല്യം പരിഹരിക്കുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പിലാക്കി. നെല്ലുൽപ്പാദനം വർദ്ധിപ്പിക്കുക, പാൽ, മുട്ട, പച്ചക്കറി എന്നിവയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന നിലയിലുള്ള മുന്നേറ്റമാണ് സർക്കാർ നടപ്പാക്കിയത്. ഇതിൻ്റെ ഫലമായി നെല്ലുൽപ്പാദനം 2.02 ലക്ഷം ഹെക്ടറിലായി വർദ്ധിപ്പിക്കാനായി. ഇന്ത്യയിൽ ആദ്യമായി നെൽപ്പാടങ്ങൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതി കൊണ്ടുവന്നു. പ്രോഗ്രസ് റിപ്പോർട്ടിൽ പൂർത്തിയാക്കാത്ത 30 എണ്ണത്തിൽപ്പെട്ട ഈ വാഗ്ദാനവും നടപ്പിലാക്കാനായി എന്നത് സന്തോഷകരമായ കാര്യമാണ്. പച്ചക്കറി ഉൽപ്പാദനം 15 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിക്കാനായി. മാത്രമല്ല പച്ചക്കറിക്ക് താങ്ങുവിലയും അവ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളും വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഈ കാലയളവിൽ കഴിഞ്ഞു. UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞ പച്ചക്കറിയിൽ നിന്ന് നേരെ ഇരട്ടിയിലധികം പച്ചക്കറിയാണ് ഇപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നത്. പാലുൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. പ്രളയം ഏൽപ്പിച്ച പോറലുകളുണ്ടെങ്കിലും പാലിൻ്റെ ഇറക്കുമതി 1.5 ലക്ഷം ലിറ്ററിൽ താഴെയായി കുറക്കാനായി. ഇത് നിലവിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ പദ്ധതിയാണ്. ഇതോടൊപ്പം COVID-19 സൃഷ്ടിച്ച പ്രതിസന്ധികൾ ജനജീവിതത്തിൽ ഭാവിയിൽ പ്രതിഫലിക്കാതിരിക്കുന്നതിന് സവിശേഷമായ ഇടപെടലും സംസ്ഥാന സർക്കാർ നടത്തി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 3860 കോടി രൂപയുടെ നിക്ഷേപം കാർഷിക അനുബന്ധ മേഖലകളിൽ ഉണ്ടാക്കുന്നതിനും ഇതുവഴി കഴിയുകയുണ്ടായി. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് 2078 കോടി രൂപയും ആ മേഖലയിൽ നിക്ഷേപിക്കുകയാണ്. ഇവ പ്രാവർത്തികമാകുന്നതോടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ ഉൽപ്പാദന വർധനവ് ഉണ്ടാകുന്നുവെന്ന് മാത്രമല്ല വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ ആ മേഖലയിൽ സൃഷ്ടിക്കാനും സാധിക്കും. കേരളം കൃഷിക്ക് അനുയോജ്യമല്ലെന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിച്ചിരുന്ന കാലത്തിൽ നിന്നും വ്യത്യസ്തമായി സ്വയം പര്യാപ്തതയുടെയും തൊഴിലിൻ്റെയും ആരോഗ്യദായകമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭാവന ചെയ്യുന്ന മേഖലയായി കാർഷിക മേഖല കേരളത്തിൽ മാറുകയാണ്. കർഷകർക്ക് പട്ടയം നൽകുമെന്ന വാഗ്ദാനവും പ്രാവർത്തികമാവുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ 1,43,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി. തരിശുഭൂമിയിൽ കൃഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഹരിത കേരള മിഷനും വലിയ മുന്നേറ്റമാണ്
നടത്തിക്കൊണ്ടിരിക്കുന്നത്. 24,000 ഹെക്ടർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കാൻ ഇതുവഴി കഴിഞ്ഞു. 390 പുഴകൾ, 36,623 നീർച്ചാലുകൾ, 23,628 കുളങ്ങൾ, 54,362 കിണറുകൾ എന്നിവ പുനരുജ്ജീവിപ്പിക്കാനും ഉപയോഗയോഗ്യമാക്കുവാനും ഇതുവഴി കഴിഞ്ഞു. അങ്ങനെ ഹരിതാഭമായ കേരളത്തിൻ്റെ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് 4.5 വർഷക്കാലയളവിനിടയിൽ ഉണ്ടായത്. ഹരിത കേരള മിഷൻ്റെ മുൻകൈയിൽ 1013 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നീർത്തട പ്ലാനുകൾ തയ്യാറാക്കി. കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കി വരുന്നു. പ്രളയം സൃഷ്ടിച്ച കാർഷിക തകർച്ചയും കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് ഇത് നേടാനായത് എന്നത് കേരളീയർക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം നമ്മൾ സ്വയംവിമർശനപരമായി പരിശോധിക്കുന്നതാണ്. ഈ പൊതുവിൽ ഉണ്ടായ നേട്ടത്തിൽ നിന്ന് എത്ര കണ്ട് തങ്ങൾക്ക് അവകാശപ്പെട്ടതുണ്ട് എന്നത് ഓരോ പ്രദേശവും പരിശോധിക്കുക തന്നെ വേണം. നമ്മുടെ സംസ്ഥാന സർക്കാർ വലിയൊരു പദ്ധതിയായി പ്രഖ്യാപിച്ച ഈ ഹരിത കേരള മിഷൻ നാടാകെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി തങ്ങളുടെ പ്രദേശത്തെ കുളം ശുചീകരിക്കാനും അവിടെയുള്ള തോട് നന്നാക്കാനും അവിടെയുള്ള കിണറുകൾ ശുദ്ധീകരിക്കാനും അതേപോലെ പുഴയും നദിയും നന്നായി ശുദ്ധീകരിക്കുന്നതിനൊക്കെ ഇടപെടലുകളുണ്ടായോ എന്നത് പരിശോധിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഈ പരിശോധനയിലൂടെ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ ഗുണം. എല്ലാവരും അത്തരത്തിലൊരു പരിശോധന കൂടി നടത്തണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനുള്ള ഇടപെടൽ, വ്യവസായ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് സഹായകമായ അന്തരീക്ഷമില്ല എന്ന ചർച്ചയും പൊതുവിൽ ഉയർന്നു വന്നിരുന്നു. ഇവ പരിഹരിക്കുന്നതിനുതകുന്ന പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി വ്യവസായ നിക്ഷേപത്തിനുള്ള ചുവപ്പ് നാടകൾ പരിഹരിക്കുന്നതിന് സർക്കാർ നേതൃത്വം നൽകി. തൊഴിലാളി സംഘടനകളുടെ സഹായത്തോടെ നോക്കുകൂലി പോലുള്ള പ്രവണതകൾ ഇല്ലാതാക്കിയും നിക്ഷേപ സൗഹൃദാന്തരീക്ഷത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. സ്വകാര്യ നിക്ഷേപത്തിൻ്റെ വരവിന് തടസ്സമായി പറഞ്ഞിരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം അടിസ്ഥാന മേഖലകളിലെ ദൗർബല്യമായിരുന്നു. ഇവ പരിഹരിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടൽ സർക്കാർ നടത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 50,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് നിശ്ചയിച്ചു. ഇപ്പോൾ തന്നെ 57,000 കോടിയിലേറെ രൂപയുടെ അടിസ്ഥാന സൗകര്യ മേഖലാ വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു. ദേശീയപാത വികസനം, മലയോര തീരദേശ ഹൈവേ, ദേശീയ ജലപാത, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി മെട്രോ വികസനം, വിമാനത്താവള വികസനം, കൊച്ചി വാട്ടർ മെട്രോ, തുറമുഖ വികസനം, ബൈപ്പാസുകൾ, ഫ്ലൈ ഓവറുകൾ തുടങ്ങിയ വൻകിട നിക്ഷേപം അടിസ്ഥാന മേഖലയിൽ ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ ശ്രദ്ധിച്ചു. ഗ്രാമീണ മേഖല ശക്തിപ്പെടുത്തുന്നതിന് 961 കോടി രൂപയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി 11 വകുപ്പുകളിൽ 127 പദ്ധതികൾക്കായി 6,971 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകി. ഇതിൽ 3,668 കോടി 21 ലക്ഷം രൂപയുടെ പദ്ധതികൾ ടെൻഡർ ചെയ്തു. 1,915 കോടി 29 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ടെൻഡർ അവാർഡ് ചെയ്തു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന രീതിയിൽ സെമി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം, വയനാട് തുരങ്കപാത എന്നിവയ്ക്ക് തുടക്കമായി. സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ, പെട്രോ കെമിക്കൽ പാർക്ക്, ഇൻ്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, ശബരിമല വിമാനത്താവളം, വൈറ്റില മൊബിലിറ്റി ഹബ്ബ്, വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം റെയിൽ കണക്ടിവിറ്റി, മുഴപ്പിലങ്ങാട് ബീച്ച് വികസനം തുടങ്ങി പുതിയ വികസന പദ്ധതികളും മുന്നോട്ട് വെക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്.
അടിസ്ഥാന സൗകര്യ മേഖലയിലെ ഈ വികസനവും സർക്കാരിൻ്റെ സമീപനവും പുതിയ നിക്ഷേപങ്ങൾ സംസ്ഥാനത്ത് വരുന്ന സാഹചര്യവും സൃഷ്ടിച്ചു. സർക്കാരിൻ്റെ പശ്ചാത്തല മേഖലയിലെ ഇത്തരം ഇടപെടലുകൾക്ക് അനുയോജ്യമായ വലിയ പ്രതികരണം ഉണ്ടായി. നിസാൻ, ടോറസ്, ടെക് മഹീന്ദ്ര, ടെറാനെറ്റ് പോലുള്ള കമ്പനികൾ ഇവിടെ നിക്ഷേപം നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നത് ഇതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായി അഭ്യസ്ത വിദ്യർക്ക് പുതിയ തൊഴിലവസരമൊരുക്കുന്ന സാഹചര്യവുമുണ്ടായി. പൊതുമേഖലാ സംരക്ഷണം സ്വകാര്യ രംഗത്ത് വികസനമുണ്ടാക്കിയത് പൊതുമേഖലയെ തകർത്തുകൊണ്ടല്ല, അവയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 131 കോടി രൂപ നഷ്ടത്തിലായിരുന്നിടത്ത് പ്രളയവും കോവിഡും വിതച്ച ദുരന്തത്തിനിടയിലും 8,26,00,000 രൂപ ലാഭത്തിലെത്തിക്കാൻ കഴിഞ്ഞുവെന്നത് പൊതുമേഖലാ സംരക്ഷണത്തിന് സർക്കാർ നൽകുന്ന ഊന്നലിൻ്റെ കൂടി ഭാഗമാണെന്ന് കാണണം. IT ആധുനിക കാലത്തെ വ്യവസായ വികസനത്തിന് പ്രധാനമായി നിൽക്കുന്നതാണ്. IT-യും ടൂറിസവും. IT രംഗത്ത് വലിയ കുതിപ്പാണ് സംസ്ഥാനത്തുണ്ടായത്. 52,44,000 സ്ക്വയർ ഫീറ്റ് IT സ്പേസിൽ വർധനവുണ്ടായി. IT പാർക്കുകളിൽ 292 പുതിയ കമ്പനികൾ എത്തിച്ചേർന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ 4 വർഷക്കാലയളവിൽ 2,200 വർദ്ധിപ്പിക്കാനായി. സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയ നിക്ഷേപം 2011-16 207 കോടി രൂപയായിരുന്നുവെങ്കിൽ 2016-2020 1,200 കോടി രൂപയായി വർദ്ധിപ്പിക്കാനായി. IT മേഖലയിൽ 30,000 തൊഴിലവസരങ്ങൾ നേരിട്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. സാധാരണക്കാർക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് ലഭ്യമാകുന്ന K-ഫോൺ പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ്. ജൈവ സാങ്കേതിക വിദ്യാ വികസനവുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി യുവാക്കളായ ഗവേഷകർക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അതോടൊപ്പം ബയോടെക്നോളജി കോൺക്ലേവ് പോലുള്ള പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടു. ആയുർവേദത്തെ തെളിവധിഷ്ഠിതമായും ശാസ്ത്രീയമായും വികസിപ്പിക്കുന്നതിനും മരുന്നുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിനും ബയോടെക്നോളജിയുമായി ആയുർവേദത്തെ ബന്ധപ്പെടുത്തിയുള്ള ഗവേഷണങ്ങൾക്കുമായി ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രവാസികൾ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ സംഭാവന ചെയ്യുന്നവരാണ്. അവരുടെ മൂലധനവും കഴിവും നമ്മുടെ വികസനത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നത് ഈ സർക്കാർ ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് ഇടപെട്ടു. അതിൻ്റെ ഭാഗമായി ലോക കേരള സഭ രൂപീകരിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വികസനത്തിന് എന്ത് സംഭാവന ചെയ്യാനാവും എന്ന കാര്യം ഗൗരവമായി ആലോചിച്ചു. ഒന്നാം ലോക കേരള സഭ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാർ പ്രത്യേക സംവിധാനമുണ്ടാക്കുകയും അവ നടപ്പിലാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പ്രവാസികൾക്ക് നിയമസഹായം നൽകുന്നതിന് 6 GCC രാജ്യങ്ങളിലേക്കായി 11 ലീഗൽ കൺസൾട്ടൻറ്റുമാരെ നിയമിച്ചു. പ്രവാസി മലയാളികളുടെ നിക്ഷേപത്തിനായി ആരംഭിച്ച പദ്ധതികളിൽ നിക്ഷേപം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാസി ഡിവിഡൻഡ് പദ്ധതി, NRI ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, NRI കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രവാസി സംരംഭകത്വ സമ്മേളനം, NRI വനിതാ സെൽ, സാന്ത്വന പദ്ധതി, പ്രവാസി പുനരധിവാസ പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. മടങ്ങിവരുന്ന പ്രവാസികളുടെ സംരക്ഷണം എന്നത് സർക്കാർ പ്രധാനമായി തന്നെയാണ് കണ്ടത്. പ്രവാസികളുടെ പെൻഷൻ 500 രൂപയിൽ നിന്നും 2,000 രൂപയായി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, അവ കാര്യക്ഷമമാക്കിയതിൻ്റെ ഭാഗമായി 1.5 ലക്ഷം അംഗങ്ങളുണ്ടായിരുന്ന പ്രവാസി ക്ഷേമനിധി 4 ലക്ഷം അംഗങ്ങളായി ഉയരുകയും ചെയ്തു. സർക്കാരിൻ്റെ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭരണയന്ത്രത്തിലൂടെയാണ്. അവ കാര്യക്ഷമമാക്കുന്നതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി. കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണ ഘട്ടം തൊട്ട് ഉയർന്നു വന്ന ആശയമായിരുന്നു KASൻ്റേത്. അത് പ്രാവർത്തികമാക്കാനായി ഫയലിംഗ് സംവിധാനം നടപ്പിലാക്കി. സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് സംവിധാനം നടപ്പിലാക്കി. നിയമന നിരോധനം നടപ്പിലാക്കുക എന്ന നയത്തിൽ നിന്ന് വ്യത്യസ്തമായി PSC മുഖാന്തരം നിയമനം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ PSC മുഖാന്തരം 1,41,615 പേരെ നിയമിച്ചു. 41,428 പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും ഈ കാലയളവിൽ കഴിഞ്ഞു. ഭരണഭാഷ
മലയാളത്തിൽ തന്നെ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ബിരുദം വരെയുള്ള തൊഴിൽ പരീക്ഷാ പേപ്പറുകൾ മാതൃഭാഷയിൽ തയ്യാറാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. കോടതി ഭാഷ മലയാളമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇടപെടലും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ജുഡീഷ്യറിയിൽ ഒഴിവുകൾ യഥാസമയം നികത്തുന്നതിനും ഇടപെടൽ നടത്തി. വികസനത്തിനായുള്ള കൂട്ടായ ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നതിനാണ് സർക്കാർ പരിശ്രമിച്ചത്. സംസ്ഥാനം നേരിടുന്ന പൊതുവായ വിഷയങ്ങളിൽ സർവകക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ സംഘടനകളെയും പത്രപ്രവർത്തകരെയും സർവീസ് സംഘടനകളെയും എല്ലാം ഓരോ ഘട്ടത്തിലും വിളിച്ചു ചേർത്ത് പൊതുവായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ആശയരൂപീകരണം മുന്നോട്ട് വെച്ചാണ് സർക്കാർ ഇടപെട്ടത്. നിയമസഭാ പ്രവർത്തനവും കാര്യക്ഷമമായി നടപ്പിലാക്കിക്കൊണ്ട് ഭരണ സംവിധാനത്തിൻ്റെ ജനാധിപത്യപരമായ രീതി കാത്തുസൂക്ഷിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. പൊതുവായ പ്രശ്നങ്ങളിൽ ഐകകണ്ഠേന പ്രമേയങ്ങൾ പാസ്സാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതും എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം യോഗം ചേർന്ന നിയമസഭ എന്ന ഖ്യാതി അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് നേടാനും കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന പരാതികൾ പരിഹരിക്കുന്നതിന് നേരത്തെ ശരാശരി 898 ദിവസങ്ങളായിരുന്നു വേണ്ടി വന്നിരുന്നു. എന്നാൽ അത് 21 ദിവസമാക്കി ചുരുക്കിയെടുക്കാൻ കഴിഞ്ഞു. 2,90,459 പരാതികളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചത്. അതിൽ 2,09,183 72% തീർപ്പ് കൽപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓഫീസുകളുടെ പ്രവർത്തനത്തിൻ്റെ പരിമിതികൾ ഉണ്ടെങ്കിലും അവയെല്ലാം പരിശോധിച്ച് തീർപ്പാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുക എന്നത് സർക്കാർ പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിൽ മാത്രം നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി 1/8/2019 മുതൽ 31/10/2019 വരെ 97,929 ഫയലുകൾ തീർപ്പാക്കാൻ കഴിഞ്ഞു. ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനവും കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായി 1,216 കോടി രൂപ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി നൽകുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ളതിൻ്റെ ഇരട്ടിയിലേറെയാണ് ഈ തുക. ഏത് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഓൺലൈനായി അപേക്ഷ അയക്കുന്നതിനും പണം അപേക്ഷകരുടെ അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്ന സംവിധാനം നടപ്പിലാക്കി. വ്യക്തമായ സ്കീം തയ്യാറാക്കി ഇക്കാര്യത്തിൽ എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. നാടിൻ്റെ വികസനത്തിന് സമാധാനപരമായ ജീവിതമുണ്ടാവുക പ്രധാനമാണ്. ഭദ്രമായ ക്രമസമാധാനമാണ് ഈ കാലയളവിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറാൻ കേരളത്തിന് കഴിഞ്ഞു. വർഗീയ അജണ്ടകൾ രാജ്യത്തെമ്പാടും വളർന്നു വരുന്ന ഘട്ടത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായി മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് ഇടപെടുന്നതിന് സംസ്ഥാനത്ത് കഴിഞ്ഞു. വാട്സപ്പ് ഹർത്താൽ പോലുള്ള വർഗീയ അജണ്ടകൾ രൂപപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയെല്ലാം മറികടന്ന് വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാടായി നമുക്ക് മാറാനായി. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ അതിനു മുൻപുണ്ടായിരുന്ന വർഷത്തിൽ സംസ്ഥാനത്ത് 7,07,870 കേസുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 4,52,787 കുറക്കുന്നതിന് കഴിഞ്ഞു. സ്ത്രീ സൗഹാർദ്ദപരമായി പോലീസ് സംവിധാനത്തെ മാറ്റുന്നതിന് പോലീസിലെ സ്ത്രീകളുടെ റിക്രൂട്ട്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. വനിതാ ബറ്റാലിയൻ കൊണ്ടുവന്നു. പിങ്ക് പോലീസ് സംവിധാനം നടപ്പിലാക്കി. പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹാർദ്ദപരമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. ഈ രംഗത്ത് നിലനിന്നിരുന്ന പ്രൊമോഷൻ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ന്യായമായി എല്ലാവർക്കും പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. പ്രമാദമായ പല കേസുകളും തെളിയിക്കുന്നതിനും ഈ കാലയളവിൽ കഴിഞ്ഞു. ജിഷ വധക്കേസ്, കൂടത്തായി കേസ്, കൊച്ചിയിലെ മോഷണ പരമ്പര, ശ്രീകണ്ഠേശ്വരം കവർച്ച, പെരിയ സുബൈദ വധം, കോഴിക്കോട് ഇരട്ട കൊലപാതകം തുടങ്ങിയ കേസുകൾ തെളിയിക്കുന്നതിന് കഴിഞ്ഞു. ATM തട്ടിപ്പ് പോലുള്ള അന്താരാഷ്ട്ര തലത്തിലെ അന്വേഷണം നടത്തേണ്ട കുറ്റങ്ങൾ പോലും അന്വേഷിച്ച് തെളിയിക്കുന്നതിനും ഈ കാലയളവിൽ കഴിയുകയുണ്ടായി. ദുരിതങ്ങളിൽ ജനങ്ങൾക്കൊപ്പം എങ്ങനെ പ്രവർത്തിക്കാമെന്നതിന് ലോകത്തെ തന്നെ മാതൃകയായി തീരുന്നതിന് പോലീസിന് കഴിഞ്ഞു. പ്രളയഘട്ടത്തിൽ കേരള ജനതയെ സംരക്ഷിക്കുന്നതിന് പോലീസ് നടത്തിയ അശ്രാന്തമായ പ്രവർത്തനം ലോകശ്രദ്ധ തന്നെ നേടിയതായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങളിൽ മാത്രമല്ല
പുനരധിവാസ പ്രവർത്തനങ്ങളിലും പോലീസിൻ്റെ ഇടപെടൽ വലിയ അംഗീകാരമാണ് ഉണ്ടാക്കിയത്. കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ പോലീസ് സംവിധാനം വഹിച്ച പങ്ക് വാക്കുകൾക്കപ്പുറത്തുള്ളതാണ്. ജനങ്ങൾക്ക് സഹായിയായി വർത്തിക്കുന്നതിനോടൊപ്പം തന്നെ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനു വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനമാണ് പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നടപ്പിലാക്കുകയുണ്ടായി. പോലീസിൻ്റെ സൈബർ മേഖല കൈവരിച്ച നേട്ടങ്ങൾ വളരെ വലുതാണ്. പോലീസ് സ്റ്റേഷനുകളിൽ റിസപ്ഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും ജനമൈത്രി സംവിധാനം വ്യാപിപ്പിച്ചുകൊണ്ടും ജനസൗഹാർദ്ദ കേന്ദ്രമാക്കി പോലീസ് സംവിധാനത്തെ മാറ്റുന്നതിന് ഈ കാലയളവിൽ കഴിഞ്ഞു. കേരള പോലീസ് ഒരു ജനകീയ സേന എന്ന നിലയിൽ തന്നെ എല്ലാ പ്രതിസന്ധികളിലും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും കോവിഡ് പ്രതിരോധത്തിലും ഫയർ സർവീസ് നടത്തിയ ഇടപെടലുകൾ ഏവരുടെയും അംഗീകാരം നേടിയതാണ്. ഇതിൻ്റെ കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുരന്തഘട്ടങ്ങളിൽ ഇടപെടുന്നതിന് ജനങ്ങൾക്ക് പരിശീലനം നൽകി വരുന്നതോടൊപ്പം ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ജയിൽ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കോടതികളും ജയിലും തമ്മിൽ വീഡിയോ കോൺഫറൻസ് വഴി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനം പൂർത്തിയായി. ജയിലിലെ അന്തേവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മീഷൻ്റെ ശുപാർശകളും നടപ്പാക്കുന്നത് വഴി ഈ രംഗത്ത് പുതിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു. ജയിൽ ഉൽപ്പന്നങ്ങളിലൂടെ കുറഞ്ഞ വിലക്ക് ഭക്ഷണ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി. അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതിനാലാണ് പരമ്പരാഗത മേഖലയെ സാമൂഹ്യ സുരക്ഷാ സംവിധാനം എന്ന നിലയിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയത്. 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷനുകൾ 1400 രൂപയായി വർദ്ധിപ്പിച്ചു സർക്കാർ മുന്നോട്ട് പോയി. റേഷൻ സംവിധാനത്തെ ഫലപ്രദമായി ചലിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഒപ്പം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. വീടില്ലാത്തവർക്ക് തലചായ്ക്കാൻ ഒരിടം നൽകുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ പദ്ധതിക്ക് രൂപം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2.5 ലക്ഷം പേർക്ക് വീട് നൽകുന്നതിന് ഇതുവഴി കഴിഞ്ഞു. പല കാരണങ്ങളാൽ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വീടുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ 1-ാം ഘട്ടത്തിൽ സ്വീകരിച്ചു. 2-ാം ഘട്ടമായി ഭൂമിയുള്ളവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കി. 3-ാം ഘട്ടമായി ഭൂരഹിത ഭവൻ രഹിതർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയിൽ സർക്കാർ എത്തി നിൽക്കുകയാണ്. ലൈഫ് മിഷൻ്റെ ഭാഗമായി മാറാൻ കഴിയാതിരുന്നവർക്ക് അതിനുള്ള അവസരം നൽകുന്നതിനും സർക്കാർ ശ്രദ്ധിച്ചു. എല്ലാവർക്കും ആരോഗ്യവും മികച്ച വിദ്യാഭ്യാസവും നൽകുക എന്നത് സർക്കാരിൻ്റെ നയമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആർദ്രം പദ്ധതിയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും നടപ്പിലാക്കിയത്. 5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളെ പുതുതായി പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നതിന് ഇതിലൂടെ സാധ്യമായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മിഷനുകളിലൂടെ ഉണ്ടാക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ സഹായകമായി. നവകേരള സൃഷ്ടിക്കുള്ള ശക്തമായ ഇടപെടലാണ് സംസ്ഥാനത്ത് നടത്തിയത്. ഇടതുപക്ഷ സർക്കാരുകൾക്ക് വികസനം സാധ്യമല്ല എന്ന പതിവ് പല്ലവികൾ ഇന്ന് കേൾക്കാനില്ലാതായിരിക്കുന്നു. ഒന്നും നടക്കില്ലെന്ന നിരാശാബോധത്തിൽ നിന്ന് നമുക്ക് യോജിച്ചു നിന്നാൽ പലതും നേടാനാവും എന്ന ആത്മവിശ്വാസത്തിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വന്ന ഈ ആത്മവിശ്വാസത്തെയും സർക്കാരിലുള്ള വിശ്വാസത്തെയും പുകമറ സൃഷ്ടിച്ച് നേരിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങളെ അപഹസിക്കുന്നതിന് നടത്തുന്ന ഇത്തരം നാടകങ്ങൾ കൊണ്ടൊന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാവില്ല. നിരവധി ദുരന്തങ്ങളെ അതിജീവിച്ച സർക്കാരാണിത്. അത്തരം ദുരന്തങ്ങളുടെ ഭാഗമായി നമുക്ക് ഇന്ന് ഒരു സേന തന്നെ രൂപീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അതാണ് സാമൂഹ്യ സന്നദ്ധ സേന. ആ സാമൂഹ്യ സന്നദ്ധ സേനയിൽ 3,60,000 വളണ്ടിയർമാർ ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സന്നദ്ധതയുള്ള എല്ലാവരും ഈ സേനയുടെ ഭാഗമാകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരാരെങ്കിലും ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ സേനയുടെ ഭാഗമാകാൻ
പ്രത്യേകം ശ്രദ്ധിക്കണം. മിഷൻ്റെ 4 മിഷനുകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നാം കണ്ടിരുന്നത് നാടാകെ അതിൻ്റെ കൂടെ ചേരുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് അത്ര കണ്ട് വിജയം ഈ മിഷൻ പ്രവർത്തനത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതിലും എവിടെ കുറവുണ്ടായി എന്ന് പരിശോധിച്ച് ആ ഉള്ള കുറവ് നികത്തി മുന്നോട്ട് പോകാൻ ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല പങ്കാളിത്തം, ജനപങ്കാളിത്തം, എല്ലാവരുടെയും സഹകരണം, എല്ലാവരെയും സഹകരിപ്പിക്കാനുള്ള മുൻകൈ സാധാരണ നിലക്ക് ഓരോ പ്രദേശത്തും ഉണ്ടാകേണ്ടതുണ്ട് എന്നത് പ്രത്യേകം കാണേണ്ടതാണ്. ഓഖി, പ്രളയം, നിപ്പ, കോവിഡ് തുടങ്ങിയ ദുരിതങ്ങൾ ഈ കാലയളവിലാണ് ഉണ്ടായത്. ആ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് കഴിയുകയുണ്ടായി. കേരളത്തിന് മഹത്തായ പാരമ്പര്യങ്ങളുണ്ട്. നവോത്ഥാനത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും പാരമ്പര്യം കൂടിയാണത്. അവ സംരക്ഷിച്ചുകൊണ്ടും നമ്മുടെ വികസന കാര്യങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള ദൗർബല്യങ്ങളെ പരിഹരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നതിനുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. പൊതുസംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്ക് പകരം പൊതുസംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങിയത്. മതനിരപേക്ഷതയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുത്ത് ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്.